ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പോൾ നേരത്തെ ശ്രീ കെ ജെ ജേക്കബ് അടക്കമുള്ളവർ ചൂണ്ടിക്കാണിച്ചതുപോലെ രാഷ്ട്രീയ വിവാദങ്ങളാണ് ഇപ്പോൾ അധികവും ചർച്ചയാവുന്നത്. നമ്മൾ ഈ ചർച്ചയിലും ഏറെ നേരം രാഷ്ട്രീയ വിവാദങ്ങൾ ചർച്ച ചെയ്തു. പക്ഷേ അതിന്റെ കോർ ഇഷ്യൂ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു കരാറിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന കാര്യം അറിയാതെ പോകുന്നതും പറയാതെ പോകുന്നതുമായ വിഷയം വേണ്ടത്ര കേരളം ചർച്ച ചെയ്യുന്നില്ല. അതിന് പ്രതിപക്ഷത്തിന് ആ വിഷയം ഉയർത്താൻ കഴിയാത്ത എന്ത് പ്രതിസന്ധിയാണുള്ളത്? അല്ല, ഞാൻ മനസ്സിലാക്കുന്ന മാധവ്, ഇതില് ഇപ്പോൾ പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്ന പണി വിമർശിക്കാൻ വേണ്ടിയിട്ട് വിമർശനം നടത്തുന്നു എന്നുള്ളതാണ്. അവർക്ക് 10 വർഷക്കാലത്തെ ഭരണത്തിലിരുന്നപ്പോൾ സകല സൗകര്യങ്ങളിലുമായിരുന്നത് കൊണ്ട് മാത്രം അവർക്ക് രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം അവർ മറന്നുപോയി. പ്രതിപക്ഷം ചെയ്യേണ്ട പണി എന്താണെന്ന് അവർ മറന്നുപോയി. പണ്ടൊക്കെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഇവർ വലിയ സമരങ്ങൾ നടത്തുന്നു, വലിയ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള നിലപാടുകളൊക്കെ പ്രഖ്യാപിക്കും. ഇന്ന് ഇവർ പ്രഖ്യാപിക്കുന്ന നിലപാട് കേട്ട് ഇവരുടെ സ്വന്തം അണികൾക്ക് പോലും ചിരി വരുന്ന സാഹചര്യമുണ്ട്. അതിന് കാരണം 10 വർഷക്കാലം എടുത്തിട്ടുള്ള ഭരണപരമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് വേണ്ടിയിട്ട് പാർട്ടിയുടെ സംഘടനാപരമായ ആശയങ്ങൾ ബലി കഴിച്ചത് കൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ പലരും ഏതെങ്കിലും രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുന്നു. ഞാൻ കൃത്യമായിട്ട് കാണുന്നത് CPM-നകത്ത് വലിയ വിഭാഗീയത തലപൊക്കി തുടങ്ങിയിരിക്കുന്നു. 10 വർഷക്കാലം ചോദ്യം ചെയ്യാൻ ആളില്ലാത്ത ഒറ്റ ക്യാപ്റ്റന്റെ കീഴിൽ ഞങ്ങൾ ഈ കപ്പൽ തുഴയുകയാണെന്നൊക്കെ പറഞ്ഞ് PR നടത്തിയ ആളുകൾ ഇന്ന് അത് പറ്റില്ല എന്നുള്ള രീതിയിൽ അഭിപ്രായം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയെങ്കിലും പറഞ്ഞു തുടങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് ഈ സംസ്ഥാനത്തെ സാധാരണക്കാരായ മനുഷ്യരാണ്. ഇവരെ അങ്ങനെ തോൽപ്പിച്ചത് കൊണ്ടാണ് ഇവർക്കിപ്പോൾ അഭിപ്രായം പറയാൻ ഇവരുടെ പാർട്ടിയിൽ കുറച്ച് ആളുകളെങ്കിലും ധൈര്യത്തോടെ വന്ന്. ഒറ്റ നേതാവിന് ചുറ്റും കറങ്ങുന്ന സംവിധാനം ഈ നാട്ടിലോ ഈ രാജ്യത്തോ ലോകത്തോ ഒരിക്കലും ശരിയായിട്ടുള്ള രീതിയല്ല. അതൊരു ജനാധിപത്യ രീതിയുമല്ല. അപ്പോൾ ആളുകൾക്ക് അഭിപ്രായം പറയാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറെ കൂടി നന്നായി കറക്റ്റ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ കുറെ കൂടി നന്നായിട്ട് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുമായിരുന്നു. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ CPM ഉയർത്തുന്ന ഒരു ആരോപണവും വാലിഡിറ്റി ഇല്ലാത്തതാണ്. കാരണം അവർ അധികാരം ഒഴിഞ്ഞിട്ട് 50 ദിവസം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. 50 ദിവസം കഴിയുമ്പോഴത്തേനും പുതിയ സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കാൻ വിഴിഞ്ഞം പോലെ ഒരു കാര്യം എടുത്തിടാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച പൊടിപ്പാറ സാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതിലൊരു നിരീക്ഷണം കറക്റ്റാണ്. എന്താണെന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വിഴിഞ്ഞം പോർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കരാർ ഒപ്പിട്ടപ്പോൾ ആ കരാറിൽ ഒരുപാട് വിമർശനം ഉന്നയിച്ചതാണ് ഇവർ. അവർ 6000 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചു. അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു. അതിനുശേഷം ഇവർ അധികാരത്തിൽ വന്നതിന് ശേഷം ഞാൻ ഇപ്പോൾ ഓർക്കുന്നു, CPM-ന്റെ പ്രതിനിധികൾ ഞങ്ങളോടൊക്കെ ചർച്ചയിൽ വന്നിരുന്നു പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് LDF ഒപ്പിട്ട കരാർ പ്രകാരമാണ്, ഇത് LDF-ന്റെ ഭരണ നേട്ടമാണെന്ന് ഇവർ അവകാശപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി വിഴിഞ്ഞത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു കുഴപ്പമുണ്ടെങ്കിൽ, കരാറുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വ്യവസ്ഥകളിൽ ഒരു കുഴപ്പമുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം LDF ഏറ്റെടുത്തിട്ട് വേണം ഇനി സംസാരിക്കാൻ. കാരണം ഇപ്പോൾ അവർ പറയുന്നതനുസരിച്ചിട്ടുള്ള കരാർ പ്രകാരമല്ലേ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ പിന്നെ ഈ ഉമ്മൻചാണ്ടിയോ VD സതീശനെ ആക്ഷേപിക്കുന്നത് LDF ഉയർത്തുന്നത് ആ കരാർ ലംഘനത്തിലുള്ള നീക്കം അദാനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അതിൽ സർക്കാരിന് വേണ്ടത്ര ശ്രദ്ധയുണ്ടായില്ല, സർക്കാരിന് ഒരു തിടുക്കവും ഉണ്ടായി അനുകൂല നിലപാടെടുക്കാൻ. ഇതുവരെയും ഒരു അതൃപ്തി പ്രഖ്യാപനം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്നായിരുന്നു. എനിക്ക് അതിൽ 2-3 കാര്യം പറയാനുണ്ട്. ഒന്ന്, ഈ സർക്കാർ അധികാരത്തിൽ വരുന്ന 50 ദിവസത്തിന് മുമ്പ് വരെ പിണറായി വിജയന്റെ സർക്കാരായിരുന്നു കേരളം ഭരിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് വിഴിഞ്ഞത്ത് നടന്ന കോൺക്ലേവിൽ MSC കമ്പനിയുടെ പ്രതിനിധികൾ പങ്കെടുത്തുവെന്നും അവർ നടത്തുന്ന ചർച്ചയ്ക്ക് സാക്ഷിയായിരുന്നുവെന്നും മുൻ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞിട്ടുണ്ടല്ലോ. മാധ്യമങ്ങളുടെ മുമ്പിൽ അതുണ്ടാവും. മാധ്യമങ്ങളുടെ മുമ്പിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി ദിവ്യ S അയ്യരെ മാറ്റാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള സമ്മർദ്ദം മുൻപും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. ആരായിരുന്നു സമ്മർദ്ദം ചെലുത്തിയത്? ആരുടെ ഭാഗത്തുനിന്നായിരുന്നു സമ്മർദ്ദം? എന്തുകൊണ്ടാണ് CPM 50 ദിവസം മുമ്പ് അക്കാര്യത്തെക്കുറിച്ച് പറയാതിരുന്നത്? അപ്പോൾ ഒരു സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും IAS IPS ഉദ്യോഗസ്ഥരെ, സിവിൽ സർവൻസിനെ സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങൾക്കനുസരിച്ചിട്ട് മാറ്റിവെക്കുന്നേ അതൊരു ഡിസ്ക്രിപ്ഷൻ അല്ലേ? ഇവരങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങൾ എതിർത്തിട്ടുണ്ടോ? ഇനി ഞങ്ങൾ ചെയ്യുമ്പോൾ ഇവർ എതിർക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ പാർട്ടിയിൽ ഒരു യോജിപ്പുണ്ടായിട്ട് വേണം എതിർക്കാൻ. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് പോലും ബോധ്യമില്ലാത്ത ഒരു രാഷ്ട്രീയ ആരോപണമാണ് ഇപ്പോൾ VD സതീശൻ സർക്കാരിനെതിരെ അവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് അത് വാലിഡ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്തെങ്കിലും ചെയ്തതായോ ചെയ്യാൻ സാധ്യതയുള്ളതായോ കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ടോ? അല്ലെങ്കിൽ ഇപ്പം ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാലം വിഴിഞ്ഞം നമ്മുടെ ഒരു സ്വപ്ന പ്രോജക്റ്റ് ആണല്ലോ, ഇത്രയും കാലം അനുഭവ പരിചയമുള്ളൊരു IAS ഉദ്യോഗസ്ഥയെ അവിടെ നിന്ന് മാറ്റുന്നു, അതിന് സർക്കാർ കാണുന്ന ലക്ഷ്യം എന്താണെന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഇത്രയും വലിയ അഴിമതിയുമായി ഇത്രയും വലിയ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് സ്വാഭാവികമായും എന്താണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ താല്പര്യം എന്ന് ചോദിക്കുന്നു. കണ്ണൂർ ജില്ലാ സെക്രട്ടറി ദിവ്യ S അയ്യരെ അവിടെ നിന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് ഇടുന്നതാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കൾ ഇന്ന് ഉന്നയിച്ചൊരു ആരോപണം കണ്ണൂരിലെ പാർട്ടി ഓഫീസ് പണിയാൻ അദാനിയുടെ പണം ഉപയോഗിച്ചു എന്നാണ്. എന്താണ്
എന്താണ് ഇത് ഈ ആരോപണത്തിലേക്ക് അടിസ്ഥാനം? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെളിവുണ്ടോ? കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കെ രാഗേഷിനോട് ചോദിച്ചതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഈ പാർട്ടി ഓഫീസ് പണിയലുമായി ബന്ധപ്പെട്ട ഫണ്ടുമായി ബന്ധപ്പെട്ട ആരോപണം കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത്. ഇനിയും പുറത്തു വരാൻ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് അത്തരം ആരോപണങ്ങളുണ്ടോ? അല്ല, അതിപ്പോൾ പലരും വ്യക്തിപരമായി നടത്തുന്ന ആരോപണങ്ങൾ, അതിപ്പോൾ സംഘടനാപരമായിട്ടുള്ളൊരു ആക്ഷേപമായിട്ട് എടുത്തു പറയാനായിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു തെളിവില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ദിവ്യ എസ് അയ്യരെ വിഴിഞ്ഞം പോർട്ടിന്റെ MD ആയിട്ട് വെക്കുന്നതിന് മുമ്പ് അദീല അബ്ദുള്ളയായിരുന്നു അവിടെ പോർട്ട് MD എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആണല്ലോ. എന്തിന്റെ പേരിലാണ് അവരെ മാറ്റിയത്? അവരെന്തെങ്കിലും കുഴപ്പം ചെയ്തിട്ടാണോ മാറ്റിയത്? LDF സർക്കാരിന്റെ നയപരമായി അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് അവരൊരു IAS ഉദ്യോഗസ്ഥ വെച്ചു അല്ലേ? ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു ദിവ്യ എസ് അയ്യരെ വെക്കല്ലേ എന്ന് ഞങ്ങൾ പറഞ്ഞു? അതിനു മുമ്പ് ദിവ്യ എസ് അയ്യർക്കെതിരെ വലിയ സമരങ്ങൾ നടത്തിയ CPM അതിനു മുമ്പത്തെ MD ആയിരുന്ന അദീല അബ്ദുള്ളയെ മാറ്റിയത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഓരോ സർക്കാരും അവർക്ക് താല്പര്യത്തിനനുസരിച്ച് ഓരോ സ്ഥാപനങ്ങളുടെ MD സ്ഥാനത്തിരിക്കുന്ന IAS ഉദ്യോഗസ്ഥരെ, ഉന്നത ഉദ്യോഗസ്ഥരെ മാറ്റുന്നു. അതിൽ പ്രത്യേകമായി എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആക്ഷേപം പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് കാരണം അദ്ദേഹം പറയണം. ഞങ്ങൾ ഞങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് ഞങ്ങളുടെ ഉദ്യോഗസ്ഥരെ ഞങ്ങളുടെ സൗകര്യം പോലെ മാറ്റിവെക്കുന്നു. അതിൽ എന്തെങ്കിലും പ്രത്യേകമായ ആക്ഷേപം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്ന് പറയണം. ഞങ്ങൾക്ക് ദിവ്യ എസ് അയ്യരോട് പ്രത്യേക മമതയോ പ്രത്യേക എതിർപ്പോ ഇല്ല. സ്വാഭാവികമായിട്ട് എത്രയോ സർക്കാർ ഉദ്യോഗസ്ഥരെ മാറ്റിയിരിക്കുന്നു. ദിവ്യ എസ് അയ്യരെ മാറ്റുമ്പോൾ മാത്രം കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് ഇത്ര പ്രത്യേകമായിട്ടൊരു ആശങ്ക വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അദ്ദേഹമാണ് വെളിപ്പെടുത്തേണ്ടത്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. 2021 ഏപ്രിൽ മാസം അദാനി കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് എന്താണ് പ്രശ്നമെന്ന്. ശരിയാണ്, കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ പോസ്റ്റിൽ ഈ IAS ഉദ്യോഗസ്ഥരെ മാറ്റിയതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും മുഖ്യമന്ത്രി ചോദിച്ചത് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് എന്താണ് ഇത്ര ആശങ്ക എന്നാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് മാത്രമാണോ? അത് കേരളവുമായി ബന്ധപ്പെട്ട ഒരു പ്രൊജക്ടാണ്. അദ്ദേഹം ഒരു പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനത്ത് ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു പൗരന് തോന്നാവുന്ന സംശയങ്ങൾ അദ്ദേഹത്തിന് ഉന്നയിക്കാൻ പാടില്ല എന്നുണ്ടോ? അതപ്പോ ഒരു കുറച്ച് കാണലല്ലേ? അങ്ങനെയാണോ രാഷ്ട്രീയ പ്രവർത്തകരോടും പൊതുപ്രവർത്തകരോടും സംസാരിക്കേണ്ടത്? അല്ല, ഞാനിപ്പോ VD സതീശൻ ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി എടുത്ത ആ രീതി പിണറായി വിജയൻ അനുകരിക്കണമായിരുന്നോ എന്നൊക്കെ ചോദിച്ചാൽ അതൊന്നും പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം ചെയ്തത് തെറ്റായിരുന്നു എന്ന് എനിക്ക് തോന്നാത്തതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ UDFന്റെ സർക്കാർ അധികാരമേറ്റതിന് ശേഷം പല IASകാരെ IPSകാരെ പല സർക്കാർ ഉദ്യോഗസ്ഥരെയും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, ചിലരെ മാറ്റിയിട്ടുണ്ട്, ചിലരെ തുടർന്ന് നിലനിർത്തുന്നുണ്ട്. പക്ഷെ അവരുടെ ഒന്നും കാര്യത്തിൽ അഭിപ്രായം പറയാത്ത KK രാഗേഷ് പ്രത്യേകമായിട്ട് ഈ കാര്യത്തിൽ അഭിപ്രായം പറയുമ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും തിരിച്ചുമുണ്ടാകുന്നേ. ഈ പൗരൻ ഇത്തരം ആശങ്ക ഉന്നയിക്കുന്ന, ദിവ്യ എസ് അയ്യരെ മാറ്റിയതിൽ പ്രത്യേകമായി സംശയം ഉന്നയിക്കുന്ന KK രാഗേഷ് എന്ന ആ പ്രിവിലേജ്ഡ് പൗരന് മറ്റാരെയും മാറ്റിയ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ലല്ലോ. അതുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്തുകൊണ്ടാണ്, അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് KK രാഗേഷിന് ഈ ഒരു കാര്യത്തിൽ മാത്രം ഈ ആക്ഷേപമുള്ളത്. അവിടെയാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദാനി കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിനിധികൾ കണ്ണൂർ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ണൂർ വന്ന് പങ്കെടുത്ത് പോയിട്ടുണ്ട്. ആരൊക്കെ കണ്ടു, എന്തൊക്കെ രീതിയിൽ ഇടപെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരട്ടെ. എല്ലാം പുറത്തു വരട്ടെ. ഇത് പലരും പല വ്യക്തിപരമായ കാര്യങ്ങൾ പറയാൻ അങ്ങേക്ക് ഇല്ല എന്ന് പറയുന്നു. ഇപ്പോൾ ആ ആരോപണത്തിലേക്ക് നിങ്ങൾ കടന്നിരിക്കുന്നു. നിങ്ങൾക്ക് ആരോപണം ഉറച്ചു പറയാനുള്ള വസ്തുതകൾ പക്ഷെ കയ്യിലില്ല എന്നേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ പത്രവാർത്തകൾ വന്നിട്ടുണ്ടല്ലോ. ഇത് ഞാൻ എഴുതിയ വാർത്തയല്ല, കേരളത്തിലെ മാധ്യമങ്ങളിലും പത്രങ്ങളിലും വന്ന വാർത്തയാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ വാർത്ത വന്നു. CPM അക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ. അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇനി അത് മാത്രമാണെന്നേ. 21 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദാനിയുടെ കമ്പനിയുടെ പ്രതിനിധികൾ കണ്ണൂർ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നത് എന്തുകൊണ്ട്, എന്തിന്, ആരെ കാണാൻ എന്നുള്ള ആശങ്ക ഇതുവരെ കണ്ണൂരിലെ CPMന്റെ ജില്ലാ സെക്രട്ടറിക്ക് ഇല്ലല്ലോ. CPMന്റെ സംസ്ഥാന സർക്കാർ ഭരിക്കുന്ന കാലത്ത് 49 കോടി രൂപയുടെ ഫൈൻ ഈടാക്കാതെ വിട്ടുകൊടുത്തത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യം അവർക്കില്ലല്ലോ. 15 കോടി രൂപയുടെ ഫൈൻ അടപ്പിക്കാൻ നോട്ടീസ് കൊടുത്തു എന്ന് അവകാശപ്പെടുന്നു. നോട്ടീസിലെ ഫൈൻ Debate with Madhu Saji.